സ്മാർട്ട് പാരൻസ്. മക്കളുടെ പഠനകാലത്ത് മാതാപിതാക്കൾ ഏറ്റവും ടെൻഷൻ അടിക്കുന്നത് ഈ പരീക്ഷ എടുക്കുമ്പോഴാണ്. കുട്ടികളെക്കാട്ടും ആദ്യമാണ് ആർക്ക്? രക്ഷിതാക്കൾക്ക്. പലരും ജോലിയിൽ നിന്ന് തന്നെ അവധിയെടുത്ത് വീട്ടിൽ മക്കൾ പഠിക്കുന്നുണ്ടോ എന്നും നോക്കിയിരിക്കും. എന്നാൽ ഇത് പലപ്പോഴും എങ്ങനെയാണ് ഫലം ഉണ്ടാക്കുക? അതൊരു വിപരീത ഫലമാണ് ഉണ്ടാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷിതാക്കൾ ടെൻഷൻ അടിക്കുന്നത് കുട്ടികൾക്കും കൂടുതൽ ടെൻഷൻ അടി ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അല്ലാണ്ട് അവർക്ക് ആ ടെൻഷൻ കുറച്ച് കൊടുക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കുട്ടികൾ നന്നായി പഠിക്കുകയും പരീക്ഷയിൽ നന്നായി പങ്കെടുക്കുകയും ചെയ്യുന്നത് രക്ഷിതാക്കൾക്കും പങ്കുണ്ട്. പഠിക്കാൻ മികച്ച അന്തരീക്ഷവും ടെൻഷനില്ലാതെ പഠിക്കാനുള്ള പിന്തുണയും അവർക്ക് നൽകണം. പിന്നെ രക്ഷിതാക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സുഹൃത്തായിരിക്കണം. പിന്നെ നല്ലൊരു അധ്യാപകനായിട്ട് കൂടെ അവരുടെ കൂടെ നിൽക്കണം. നമുക്ക് ഉത്കണ്ഠയൊക്കെ ഒഴിവാക്കി എങ്ങനെ അവരുടെ ഒപ്പരം കൂടാമെന്ന് നോക്കാം. പരീക്ഷ അടുക്കുന്ന സമയത്ത് കുട്ടീൻ്റെ മേലെ അധികം ഇങ്ങനെ എന്താ പറയുക പഠിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് സമ്മർദ്ദം ചെലുത്താതിരിക്കുക. പിന്നെ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ അവരുടെ ചുറ്റും നടക്കാതിരിക്കുക. പിന്നെ ഇടയ്ക്കിടെ നീ പഠിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെക്കുറിച്ച് എന്തായാലും ആശങ്ക എല്ലാവർക്കും ഉണ്ടോ? അവനവൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക വളരെയധികം രക്ഷിതാക്കൾക്കുണ്ട്. പക്ഷേ അത് അവരുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വല്ലാണ്ട് ടെൻഷനും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് അവരൊരിക്കലും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ആത്മവിശ്വാസം നൽകുക. പിന്നെ ഉത്കണ്ഠ, അസ്വസ്ഥത, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഭക്ഷണത്തോട് വിരക്തി, ഒറ്റയ്ക്കിരിക്കൽ, ക്ഷീണം, വയറുവേദന, തലവേദന തുടങ്ങിയവ ആരിലുണ്ടാവും? കുട്ടികളിലുണ്ടാവും. അത് പരീക്ഷാകാലത്തെ മാറ്റം അത് അങ്ങനെ ഉണ്ടാവും. എന്തായാലും ടെൻഷൻ ഇല്ലാത്ത കുട്ടി ഉണ്ടാവില്ല, എന്തെല്ലോ ആവുന്നു അങ്ങനെ പലതും പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെ പരിഹാരം കാണാമെന്നുള്ള കാര്യം നോക്കാം.